ഹലോ സാർ. എവിടെ എത്തി? സാർ ഇരിഞ്ഞാലക്കുട എത്തി. അവിടെ എത്തിയുള്ളൂ. എന്താന്ന് വെച്ചാൽ സമയം ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഓൾറെഡി 11:30. സാറില്ല വന്നേക്കും സാർ. എത്രയായി സാർ? വേഗം വാ, സേഫ് ആയിട്ട് വാ. ആ ശരി സാർ, വന്നേക്കും സാർ, വന്നേക്കാം. ഒരു ചായ എടുക്ക്. എവിടെ എത്തി? സാർ അങ്കമാലി കഴിഞ്ഞു. വേഗം വാ. ഹൈവേയിൽ ഇങ്ങനെ സ്ലോ ആണെങ്കിൽ സിറ്റിക്കകത്ത് എന്തായിരിക്കും അവസ്ഥ? സമയം പോകുന്നുണ്ട്. വേഗം 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 പ്ലീസ്. ഓക്കെ സാർ, ഓക്കെ. പറയൂ പ്രദീപ്. സാർ, ദേവി ഇതിനോട് ക്ഷമിക്കണം സാർ. എന്തു പറ്റി പ്രദീപ്? സാർ എനിക്കൊരു ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാം വേസ്റ്റായിപ്പോയി. അതെന്താ, തനുജ ഇപ്പോഴെത്തിയിട്ടില്ലേ? ഇനിയും വന്നിട്ടില്ല സാർ. അവര് ഹൈവേയിലൂടെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ സാർ. 1.5 മണിക്കകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്നത് ഒരു കഷ്ടമാണ് സാർ. വാട്ട്? അവരിപ്പോഴും ഹൈവേയിലാണോ ഉള്ളത്? അതെ സാർ. 1 മിനിറ്റ് ലേറ്റ് ആയപ്പോലും എക്സാം ഹാളിനകത്ത് എക്സാം എഴുതാൻ കേട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ സാറിനെ വെറുതെ ശല്യം ചെയ്തു. അങ്ങനൊന്നും ചിന്തിക്കേണ്ട പ്രദീപ്, അതും ഇതുപോലുള്ള കാര്യത്തില്. ഞാൻ നിങ്ങള് അതുപോലെ മിനിസ്റ്റർ, CM എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നോക്കൂ പ്രദീപ്, സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഫലം ലഭിച്ചിരിക്കും. പ്രദീപ്, യാതൊരു കാരണവശാലും ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അത് സക്സസ് ആവും. യെസ് സാർ, താങ്ക് യു. വണ്ടി നിർത്തിക്കേ, ഫോണ്. ഹലോ, സൂപ്പർ സൂപ്പർ. അങ്ങനെ തന്നെ, പെട്ടെന്ന്. യെസ്.
എന്തു പറ്റി? ആ, വാ. തനു, വേഗം വാ വേഗം. എങ്ങോട്ടാ പോകുന്നേ? അയ്യോ സമയമില്ല, വേഗം വാ. എടാ മോനെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഏയ് തനു, ഹലോ മോനെ സൂക്ഷിച്ച്. അതിലോ അവിടെ ചെല്ല്. അങ്ങോട്ട് പോ. അകത്തോട്ട് പോ.